മറിമായം. ഈ പുല്ലിന്റെ ഇടയിലൊക്കെയാണ് ചവറ്. പിന്നെ എങ്ങനെ ഇത് പോണത്? ഇതാണോ നീ ചോദിച്ചേ? ഇതല്ലേടി ഇതല്ലേ? അതല്ല പുല്ലുകളെ. ഞാനേ പുല്ല് പറിച്ച് ഇവിടെ ഇടാ, അങ്ങോട്ട് വരണ്ടി എടുക്ക്. അത് ഞാനോ? കുമ്പിടാനൊന്നും വയ്യ. എന്തിനാ കുമ്പിട? അത് പിടിച്ച് നിവർന്നല്ലേ നിക്കണേ? അല്ല നീ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിന്നേ. എന്താണ് ഈ ചെയ്? ഇതെവിടെ കണ്ടേ? തലയിലോട്ട് എടുത്ത് വിട്ടു. എനിക്ക് ദേഷ്യം വരോട്ടെ ശീലമായിട്ടാ. ഒരു കാര്യം ചെയ്യാമില്ല. എന്താണ് ചിരിക്കണ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ ജ്യേഷ്ഠനുമല്ല, നീ എന്റെ അനിയനുമല്ല. അവെന്തും ഇല്ലാത്തോണ്ടാണല്ലോ എന്റെ വീട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് വേറെ താമസിക്കേണ്ട വന്നത്. ആരാ വീട്ടിൽ നിന്ന്? എന്റെ വീട്ടിൽ നിന്ന്. നിന്റെ വീട്ടിൽ നിന്നാ? എടാ, അത് എന്റെ അച്ഛൻ എനിക്ക് എന്റെ പേരിൽ എഴുതി തന്ന വീടാ. അച്ഛനെ എഴുതി തന്ന എങ്ങനെയാണെന്നൊക്കെ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന. എന്താണ് പറയേണ്ടത്? അകത്തോട്ട് കേറ്, ചായ എടുക്കാം. വേണ്ട, നിങ്ങളുടെ ഒരു ചായ എനിക്ക് വേണ്ട. അകത്തോട്ടും കേറണ്ട. ഇപ്പൊ എന്തിനാണ് ഈ വഴക്കുണ്ടാക്കാൻ വന്നേക്കണത്? സ്വന്തം വീട് മേടിച്ചിട്ടേ താമസം തുടങ്ങിയാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു മേൽവിലാസം ഉണ്ടാക്കണം. അതിന് എനിക്ക് മേൽവിലാസം ഉണ്ടല്ല. എന്ത് മേൽവിലാസം? എടാ, സുമേഷ് ഭവൻ എന്നുള്ളതേ എൻ്റെ വീടാണ്, എൻ്റെ പേരിലുള്ള വീടാണ്. ഇനി ആ വീട്ടിലേക്കെങ്ങാനും ഒരു ലെറ്റർ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ കത്തിച്ച് ഇറങ്ങിയേക്കാ. എന്റെ ഭാഗ്യമാണ് ഇതിനൊക്കെ ചേട്ടനായി കിട്ടിയത് കേട്ടാ. ഇത് അങ്ങോട്ട് ചെന്നേനാണ് ഈ ബഹളം. ഇടിവാളൊന്നല്ലല്ലോ അവിടെ ചെന്നിറങ്ങിയത്, ഒരു ലെറ്റർ അല്ലേ? ഇത് ആ ബാങ്കിൽ നിന്നുള്ളതാണ് കേട്ടാ. ഈ ബാങ്കുകാർ എന്തിനാണ് ഇപ്പോഴും അങ്ങാട് അയക്കണത്? ഇവിടെ അയക്കാൻ പാടില്ലേ ഇത്? അതെങ്ങനെയാണ്? ബാങ്കിൽ പഴയ അഡ്രസ് അല്ലേ കിടക്കണത്? ഇവിടത്തെ കൊണ്ടേ നമ്മൾ കൊടുത്താ ഇല്ലല്ലോ. ഞാൻ ആരീനൊന്ന് വിളിച്ചേ, അവനാകുമ്പോ അതിനൊരു പാകതിരിവൊക്കെ ഉള്ളതാണ്. ഓ എന്താ വരാൻ പറഞ്ഞത്? അറിയോണ്ടിരിക്കും. ഞാനേ വേറൊരു കാര്യത്തിന് പോകാനിറങ്ങിയാണ്. അപ്പൊ ശീലൊക്കെ വിളിച്ചപ്പോ എന്താന്ന് നോക്കിട്ട് പോകാന്ന് കരുതി. ഇല്ലടാ, അതെ നമ്മുടെ അഡ്രസ് ഇപ്പോഴും ആ പഴയതാണല്ലോ ഈ പല സ്ഥലത്തും കിടക്കണതേ. അപ്പൊ ആ ബാങ്കിൽ നിന്ന് ഇപ്പൊ ഒരു ലെറ്റർ വന്നെന്നും പറഞ്ഞതേ സുമേഷ് ഏട്ടൻ ആളെടുത്തും വന്നിണ്ടായി. എന്തിനാണ് അവിടെ ലെറ്റർ വന്നാ കൊണ്ട തന്നാ പോരെ? മതിയല്ല, ഇപ്പൊ മാറി താമസിച്ചിട്ടും സ്വസ്ഥത തരാനുള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ല. അതെന്തേലും ആവട്ടെ. അപ്പൊ ഇതിപ്പോ അവര് വിളിച്ചപ്പോ പറയണ, ബാങ്കിൽ വിളിച്ചപ്പോ പറയണ ആധാർ കാർഡിലുള്ള അഡ്രസ്സാണ് ഇപ്പൊ ഇവിടെ തന്നേക്കണത്. അപ്പൊ ആധാർ കാർഡിൽ ഇനി അഡ്രസ് മാറ്റി റെഡിയാക്കണം നിങ്ങ. അത് വലിയ കാര്യമില്ല ശീതളേട്ടാ, ഫോണിൽ ചെയ്യാന്നല്ലോ ഓൺലൈനിൽ. ആണാ? അത് ശരി. നമ്മുടെ പഴയ ആധാർ കാർഡ് എടുത്തേ. ആണല്ലേ? എടി മണ്ടോ, എടേ ഒന്ന് ഇങ്ങോട്ട് വന്നടി. ഇവൻ പറഞ്ഞേട്ടാ, ഇതേപ്പോ എവിടെ പോണ്ട കാര്യമൊന്നുമില്ല. ഇതേപ്പോ ഇത് അതിൽ ശരിയാക്കാന്ന്, ഈ ഫോണിൽ ശരിയാക്കാവുന്നുള്ളത്. ഇവിടുന്ന് പറ്റുമോ? പിന്നെ അഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇപ്പൊ ഉണ്ടേ, നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കാം. പിന്നെ എവിടെ പോണ്ടല്ലോ. കാർഡ് എടുക്ക, പഴയ കാർഡ് അവിടെ. എടി ആ ആധാർ കാർഡ് എടുത്തോണം. അപ്പൊ അവര് ചോദിക്കുന്ന ഡീറ്റെയിൽസ് അങ്ങോട്ട് നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുത്താലേ. അത് ശരി. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു പരിപാടിയല്ലേ? പിന്നെ ഇത് നിസ്സാര കാര്യമുള്ളൂ. ആണല്ലേ? ഞാൻ ഇനി ഇതിന് എത്ര ദിവസം എടുക്കും? കൊണ്ട ആധാർ നമ്പർ അതിലേ ഒരു OTP വരും. ഒന്ന് നിങ്ങൾ പറഞ്ഞു. ഫോണിൽ OTP വരും. അതെ, വന്നിട്ടുണ്ടാവല്ലോ. ആ നമ്പർ ഒന്ന് പറഞ്ഞു. 5512. ഓക്കെ ആയിട്ടുണ്ട്. ശരിയാ? ഇനി അതിന്റെ ഒരു ഫീസ് ചോദിക്കണ്ട്. ഫീസ് ചോദിക്കണ്ട, അതും കൂടി ഇട്ട് കൊടുത്താൽ അത് 500 രൂപയാണ്. അല്ല, നീ അയച്ചു കൊടുത്തോ? ഞാൻ നിനക്ക് തന്നാ പോരെ? ഞാനപ്പോ അത് ഇടാ. കേട്ടോ, 500 എടുത്തോളൂ. 100 കൂടി സാധനം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ മെസ്സേജ് വരുവാ ഫോണില്. ഇതിപ്പോ പഴയ പോലത്തെ കാർഡല്ല, നമ്മുടെ ATM കാർഡ് പോലത്തെ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത കാർഡാണ്, ഫൈബറിന്റെ. ആണല്ലേ?
വേണമെങ്കിൽ നമുക്ക് പ്രിന്ററൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്കിപ്പോ അതില്ലല്ലോ. അപ്പൊ പോസ്റ്റൽ വന്നോളും 2-3 ദിവസം കഴിയുമ്പോ. അങ്ങനെയാണല്ലേ? അഡ്രസ് മാറി ഈ അഡ്രസ്സിൽ അത് പോസ്റ്റൽ വന്നോളൂ. എല്ലാ പരിപാടിയും കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞതിന്റെ. ഞാൻ പറഞ്ഞില്ല, അതാണ് ഇവനെ വിളിക്കാൻ പറഞ്ഞത്. അയ്യോ ഇതെന്താ? അയ്യോ 500 മതി. വേണ്ട, എനിക്ക് ഇത് മതി. പെട്രോൾ അടിക്കാൻ വേണ്ട ചിലോട്ട് ഒരു ചെറിയ കാര്യം. അത് മര്യാദ അല്ല, എനിക്ക് ഇത് മതി. അത് മേടിച്ചോ? വേണ്ട, ഇതിപ്പോ എന്റെ അടുത്ത് ഇട്ട പൈസ എനിക്ക് മതി. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എന്തേലും കുടിക്കാൻ? ഒന്നും വേണ്ട. ഞാനേ വേറൊരു പരിപാടി ഉണ്ട്. ശരി എന്നാട്ടെ. എന്താടി എൻ്റെ പെരുമാറ്റം കണ്ട? എൻ്റെ ഒരു കൂടപ്പുറപ്പ് ഇപ്പോൾ വന്ന് പോയത് കണ്ട? ഇത് അവനെയും കണ്ടുപിടിക്കും. ഇതാണ് മര്യാദ കേട്ടാ. ഇല്ല, പോസ്റ്റ്മാനൊന്നും കണ്ടില്ല. ആധാർ കാർഡ് വന്നില്ലല്ലോ തരാ. അതിന് ഇവിടെ ഒന്ന് നോക്കിക്കണ എന്തിനാണ്? ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് തരൂലേ? എന്തൊരു കഷ്ടം, ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് എവിടെ പോ? ഒന്നുമില്ല, ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ചായ ഒന്നും ഇല്ലേ? വീട്ടില് ചായ ഉണ്ട് പണ്ട്, പക്ഷെ ഗോപാലേട്ടന്റെ വീട്ടില് ചായ കുടിക്കുമ്പോൾ അതിന്റെ സുഖാണ്. അത് വേറെ സുഖമാണ്. ന്യൂസ് പിടിക്കാൻ പോണേണ്. അതുണ്ട്, ന്യൂസക്കാരന് അറിയാലോ. ഇതെന്താ രണ്ടാളും കൂടി പഠിക്കലോ നിക്കണേ? ഇല്ല, ഞാൻ ആ പോസ്റ്റ്മാൻ ഒന്ന് കാത്തു നിൽക്കണായിരുന്നു. നമ്മുടെ അഡ്രസ് ഒന്ന് മാറ്റാൻ വേണ്ടി, ആധാർ ഒന്ന് മാറ്റി അഡ്രസ്സേ എടുക്കാൻ വേണ്ടി. പഴയ അഡ്രസ്സിലേക്കും ആധാർ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് മാറ്റണം. ഇപ്പൊ അവിടെ ലെറ്ററൊക്കെ വരുമ്പോ ഇയാൾക്ക് ഭ്രാന്ത് കയറാണ്. സുമേഷേട്ടനെ ഒന്നുമില്ല, എന്നെ 1-2 പറഞ്ഞിട്ടോ അല്ല, അത്രേ ഉള്ളു. അല്ല, അക്ഷയലല്ലേ കൊടുത്ത്? അക്ഷയനല്ല, ഇവിടെ ഇവൻ ശരിയാക്കി തന്നെ എനിക്ക്. നമ്മുടെ പ്യാരിയെ ശരിയാക്കിയോ? അവൻ ശരിയാക്കി തന്നെ. ഈ മൊബൈലിൽ അപ്പൊ തന്നെ അവനെല്ലാം ശരിയാക്കി. അല്ല ചെയ്തല്ലേട്ടാ, അങ്ങനെ ശരിയാവില്ല. അത് എന്താണ്? ഇത് അക്ഷയയിൽ പോണോ? എന്താണ്? അതെ, ഈ ആധാറിലെ അഡ്രസ് ഒന്ന് മാറ്റണം. അതെന്തിനാ അത് മാറ്റണ? അല്ല, അത് മാറ്റണോ സാറേ? മാറ്റാതിരിക്കാൻ പറ്റൂല. ഞങ്ങള് താമസം മാറി. എൻ്റെ ഒരു വാശിയാണ്. വാശിയോ? ചേട്ടനായിട്ടേ, ചേട്ടൻ ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെയാണല്ലോ തറവാട്ടിന്നേ. അത് ശരി. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അപ്പൊ പഴയ അഡ്രസ്സ് മാറിയിട്ട് ഇപ്പൊ പുതിയ അഡ്രസ്സ് ആക്കണം. അതല്ലേ? ഞാൻ ഇവിടുന്ന് ഒരു ഫോം തരും, അത് ഫില്ല് ചെയ്തിട്ട് പഞ്ചായത്ത് പോയിട്ട് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കേക്കണ്ട? പിന്നെ അഡ്രസ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഓവർ റൈറ്റിംഗ് പാടില്ല, വെട്ടിത്തിരുത്ത് പാടില്ല, ഫോട്ടോ കറക്റ്റ് ആയിട്ട് ഒട്ടിക്കണം. ഫോം അവിടെ കൊണ്ടുപോകുമ്പോൾ ഫോട്ടോ പുറത്തേക്ക് തെറിക്കരുത് കേട്ടോ. അത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ മാറ്റി തരാം. സാറെന്താ തിന്നണേ? അല്ല, സാറെന്താ അതെ, ഈ ഫോം ഒരു 5 രൂപ. ഫോമിന് 5 രൂപ. 5 രൂപ 10 ചേഞ്ചില്ല, ബാക്കി 5 രൂപ. 5 രൂപ ചേഞ്ചില്ല. സാറിന്റെ ബർത്ത്ഡേ ആണോ? അതല്ല, 5 രൂപ ബാക്കിയില്ല, അതിനുള്ള മിഠായിയാ കേട്ടോ. ഇതിനെന്ത് വിലയാണ് പറഞ്ഞതിന്? 1 രൂപയാണത്, ഒന്നിന് 5 രൂപ. ഇത് കൊണ്ടുവരുമോ? ആണല്ലേ? വാ. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ലേ? അറ്റസ്റ്റ് ചെയ്ത് കൊടുന്നു അല്ലേ? ആധാർ കാർഡ് തരൂ. തെറ്റുണ്ടല്ലോ അത്. എന്താണ് സാറേ?
ഇത് തെറ്റുണ്ടെന്ന്. അല്ല അത് നോക്കണ്ട, ഫോട്ടോ നോക്കണ്ട, ഞാൻ തന്നെയാണ്. അതിന് നോക്കണ്ട, അതെ അരിഞ്ചാക്ക് ഫോട്ടോ അല്ലെന്നേ, ഫോട്ടോ അല്ല, ഇത് പേര് തെറ്റുണ്ട്. പേര് ആധാറിലെ കെ ശീതളൻ എന്നല്ലേ? ആണല്ല. എന്നാ ഈ ഫോമില് ശീതളൻ കെ എന്നാണ്. ആണല്ല, അതിനെന്താണ് സാറ് കേ തന്നെയല്ലേ ഇനിഷ്യലേ? അല്ല, അത് അർത്ഥമൊക്കെ ഒന്ന് തന്നെ, പക്ഷെ അത് ഇവിടെ പറ്റില്ല. ഇവിടെ ഈ ഇതിലത്തെ ഒരേപോലെ ആയിരിക്കണം. ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഇട്ടാൽ റിജക്ട് ചെയ്യും. അതിപ്പോ പറഞ്ഞപ്പോ മനസ്സിലായില്ല, അതങ്ങോട്ട് തിരുത്തി എഴുതി ഇട്ടോ കമ്പ്യൂട്ടറിൽ. അപ്പൊ ഇതിൽ വെട്ടിത്തിരുത്ത് പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? ഇനി തിരുത്താനൊന്നും പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യൂനി? ഇനിയിപ്പോ പുതിയൊരു ഫോം മേടിച്ചു കൊണ്ടിട്ട് ഫില്ല് ചെയ്തിട്ട് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇനി പഞ്ചായത്തിൽ പോണം, അല്ല കാര്യം നടക്കണ്ടേ? ഇതിപ്പോ മാറ്റി ഞാനേ വേറൊരു ഫോം തരാം, ഇത് പിടിച്ചോളൂ. ഇനിയെങ്കിലും തെറ്റിക്കാതൊക്കെ റെഡിയാക്കി കേട്ടാ. ആണ് ശ്രദ്ധ. 5 രൂപ കേട്ടോ, 5 രൂപ. സാർ ബാക്കി വേണ്ട, ഇതങ്ങനെ എടുത്തോ. അല്ല ഇതെന്ത്? ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്ന 5 രൂപയാണ് ഇങ്ങോട്ട് തന്നത്. അല്ല അപ്പൊ അത് കഴിച്ചില്ലേ? അത് ഇല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഷുറാണല്ല, കുട്ടികളും ഇല്ല, അപ്പൊ പിന്നെ ഇത് കഴിച്ചില്ല. എനിക്കറിയാമായിരുന്നു ചിലപ്പോ ഒരു 5 രൂപ വേണ്ടി വന്നല്ലാന്ന് വിചാരിച്ചാൽ എടുത്ത് കയ്യിൽ പിടിച്ചാൽ. ശരി ശരി. എന്നാ ശരി സാറേ, നടക്ക്.